കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരുടെയും 3 നേതാക്കന്മാരുടെയും വിഭാഗങ്ങൾ അണികൾ ചേരിതിരിഞ്ഞ് മത്സരമാണ്. അതായത് ഫ്ലെക്സുകൾ ഉയർത്തുന്നു, സോഷ്യൽ മീഡിയ വഴി പ്രചരണം സജീവമാക്കുന്നു, സ്വീകരണങ്ങൾ നൽകുന്നത് ശക്തി പ്രകടനത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു സമ്മർദ്ദമാക്കി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് വെക്കുന്നു. ഇതൊക്കെ നാം കണ്ടതാണ് 3 നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും. ഇപ്പോഴിതാ ഫ്ലെക്സ് ബോർഡുകൾ പത്തനംതിട്ടയിലും ഉയരുന്നു. അതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു കൂടി ചേരുകയാണ്. സുജു, ആലപ്പുഴയിൽ, ആലുവയിൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ നേതാക്കന്മാരുടെ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നു. ചില നേതാക്കന്മാരുടെ ഫ്ലെക്സ് ബോർഡുകൾ മറ്റണികൾ വലിച്ചു കീറി കളയുന്നു. ഇങ്ങനെയൊക്കെയാണ്. ഇന്ന് പത്തനംതിട്ടയിൽ ഫ്ലെക്സ് യുദ്ധം എങ്ങനെയാണ് നടന്നത്? അജിംഷാദ്, ഇന്ന് പത്തനംതിട്ടയിൽ പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സിൽ ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഫ്ലെക്സാണ്. ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ടുള്ള ഫ്ലെക്സ് പത്തനംതിട്ട DCC ഓഫീസിന് മുൻവശത്ത് തന്നെയാണ് അത്തരമൊരു ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നത്. ചെന്നിത്തല അനുകൂലികളാകാം ഒരുപക്ഷെ ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് 3-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്ന തലേദിവസം നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ ആശംസകൾ എന്നറിയിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ VD സതീശൻ്റെ അനുകൂലികളും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. മറ്റൊരു അടക്കം പറിച്ച് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഈ നേതാക്കളുടെ അനുകൂലികളാണോ അതോ എതിർക്കൂട്ടർ പണി കൊടുക്കുന്നതാണോ എന്ന സംശയമുണ്ട്. കാരണം അച്ചടക്ക ലംഘനം കൂടിയാണല്ലോ പാർട്ടിക്കുള്ളിൽ അത്തരം ചർച്ചകൾ നടത്തുമ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ചെന്നിത്തലയുടെ സാധ്യതകൾ അസ്തമിക്കാൻ വേണ്ടി നടത്തുന്ന പാരവെപ്പാണോ എന്നും ചിലർ സംശയം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഫ്ലെക്സ് ബോർഡുകൾ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുമ്പോൾ അത് വാർത്തയാകുന്നു. വീണ്ടും ഇന്നയാൾ മുഖ്യമന്ത്രിയാകണമെന്ന ചർച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന ചർച്ച വരുത്തി തീർക്കാൻ സഹായകരമാകുന്നുവെന്നും ഒരു കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും വോട്ട് ചെയ്ത ജനങ്ങളുടെ മുമ്പിൽ ഇളിഭ്യരാകുന്ന തരത്തിലുള്ള കാഴ്ചയാണ് ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ, ഇത്തരം ചർച്ചകൾ. നേതാക്കളൊക്കെ തന്നെ MLA-മാരെ ഒപ്പം നിർത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ നേതാക്കളെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരസ്യ പോര് പോലെയാണ് ഇത്തരം തെരുവോരങ്ങളിൽ കാണുന്ന ഫ്ലെക്സ് ബോർഡുകൾ എന്ന് തന്നെ പറയേണ്ടതായിട്ടിരിക്കുന്നു. അജിംഷാദ.